വർഷങ്ങൾക്ക് ശേഷം കോടമ്പുഴയിലെ ആ വീട്ടിലേക്ക് ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് റഹീമ വീണ്ടും എത്തുകയാണ്. ഉമ്മയ്ക്കൊപ്പം ഇരിക്കുകയാണ് റഹീമ. ഉമ്മ എന്ത് തോന്നുന്നു റഹീമിനെ കണ്ടപ്പോൾ? അൽഹംദുലില്ലാ എൻ്റെ കുട്ടീനെ തമ്മ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി. അൽഹംദുലില്ലാ എത്ര കണ്ട് സൂക്ഷിക്കണം, നിങ്ങളൊക്കെ സേവനം കൊണ്ട് താഴ്ത്തിയാനെത്തി. റഹീമിനൊരു കാര്യം അറിയാം, ആദ്യമൊക്കെ ഉമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ഒരു വിഷമൊക്കെ, ഇനി എൻ്റെ മോൻ വന്നിട്ടേ പ്രതികരിക്കുള്ളൂ എന്നാണ് ഉമ്മ പറഞ്ഞത്. ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരുമിച്ച് ഞാൻ പറഞ്ഞ വാക്ക് അള്ളാഹുക്ക് വലിച്ചു തന്നെ, അള്ളാഹിനെ സ്തുതിക്കുക മക്കളെ. മോന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഉമ്മ? പറഞ്ഞ തന്നെ പറയാം. സന്തോഷമായോ കണ്ടപ്പോ? ഓ അൽഹംദുലില്ലാ സന്തോഷം. സഹായിച്ച എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം മക്കളെ. ഇതൊക്കെ ഫലം അള്ള തരും, അല്ലാതെ ഞാൻ തന്നാ തയ്യൂല. എനിക്ക് അത്രയും കളെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടും. പെരുന്നാള് വലിയ പെരുന്നാൾ തന്നെയായി. പെരുന്നാൾ, രണ്ട് പെരുന്നാൾ, ഒന്ന് എന്റെ പെരുന്നാൾ, ഒന്ന് അള്ളാന്റെ പെരുന്നാൾ. ഈ ദിവസം തന്നെ എത്തുന്നു വിചാരിച്ചിരുന്നു? ഇവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ്, അവിടുത്തെ ലീവ് എല്ലാം മറികടന്നിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നെ. എന്ത് തോന്നി ഇപ്പോ ഇങ്ങനെ എത്തിയപ്പോ? വലിയൊരു ഇടപെടൽ നടത്തിയത് നിങ്ങളും എന്ന് പറഞ്ഞാൽ, ഞാൻ എംബസി തന്നെ 2013 ഈ കേസ് കൈകാര്യം ചെയ്തതിന് വേണ്ടി തന്നെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നത്. അന്ന് തൊട്ട് ഈ 2024 ജൂലൈ 2-ാം തീയതി റഹീമിൻ്റെ വധശിക്ഷ റിയാദിലെ ക്രിമിനൽ കോടതി റദ്ദ് ചെയ്യുന്നത് വരെ ഈ കേസിൻ്റെ 24/7 ബേസിസിൽ ഞാനും അതുപോലെ തന്നെ ജനാബ് അഷ്റഫ് വേങ്ങാട്ടും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് 2024 അഷ്റഫ് വേങ്ങാട്ട് നാട്ടിൽ തങ്ങേണ്ടതുള്ളതിനാൽ സിദ്ദീഖ് സാഹിബായിരുന്നു പിന്നീട് കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റൻഡ് വന്നിരുന്നത്. ഇന്ത്യൻ എംബസി, ഒരു നയതന്ത്ര കാര്യാലയം എത്രമാത്രം ഒരു പ്രവാസിയെ ഒരു കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടോ, അത് സമാനതകളില്ലാത്ത ഒരു സംഭവമായിരുന്നു അബ്ദുറഹീമിൻ്റെ കേസ്. അത്രമാത്രം കാര്യങ്ങൾ. കാരണം ഒരു പ്രവാസത്തിൻ്റെ ചരിത്രത്തിൽ 34 കോടി രൂപ കൊടുത്തിട്ട് ഒരു മനുഷ്യനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നാൽ അത് സമാനതകളില്ല. പ്രവാസത്തിൻ്റെ ചരിത്രത്തിൽ സൗദി അറേബ്യയിലല്ല, ഇന്ത്യയിലെ ഏതൊരു നയതന്ത്ര കാര്യത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരു സംഭവം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എത്ര പ്രശംസിച്ചാലും മതിയാവില്ല സൗദി അറേബ്യൻ ഇന്ത്യൻ എംബസി, അതുപോലെ തന്നെ സൗദി അറേബ്യൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ സുതാര്യമായ രീതിയിലാണ് ഈ കേസ് കഴിഞ്ഞ 20 വർഷം 2022 അബ്ദുറഹീമിന്റെ വധശിക്ഷ സ്ഥിരപ്പെടുത്തുന്നത് വരെ വളരെ സുതാര്യമായ രീതിയിൽ കോടതി കേസും കാര്യമൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള കാര്യത്തിൽ സൗദി ഗവൺമെന്റിനെയും സൗദി നീതിന്യായ വകുപ്പിനെയും കൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. വലിയ നിറഞ്ഞ സംതൃപ്തിയിലാണ് അബ്ദുറഹീമും ഉമ്മയും കുടുംബവും നിയമസഹായ സമിതിയും എല്ലാവരും ഉള്ളത്. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമ്മളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വലിയ 24-ന്റെ ഏറ്റവും വലിയ ഇടപെടലും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്.